നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ട വീഡിയോസ് വെച്ചിട്ട് മറ്റുള്ളവരെ വീഡിയോസ് ഇട്ടിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിക സമ്പാദിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഓൾറെഡി ഈ വീഡിയോയിലും നെക്സ്റ്റ് വീഡിയോയിലും പറഞ്ഞു തരുന്നുള്ളത്. ഒറ്റ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഈ വീഡിയോസ് ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ എടുക്കാമെന്നും എങ്ങനെ വീഡിയോ ഇടാമെന്നും എങ്ങനെ നിങ്ങൾക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓപ്പൺ ആയി കിട്ടുമെന്നും എങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളെ വോയിസ് ഓവറോ നിങ്ങളെ വീഡിയോസോ നിങ്ങളുടെ ഒരു എഫേർട്ടോ ഇല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ വളരെ സിമ്പിളായിട്ട് ഒരു മാസം 1 ലക്ഷം ഉറുപ്പിക ഒന്നും അല്ലെങ്കിലും ഒരു 10,000 15,000 ഉറുപ്പിക 5,000 ഉറുപ്പിക പോലും നമുക്ക് കിട്ടുന്ന രൂപത്തിൽ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് നമുക്ക് വിജയിക്കാമെന്നുള്ളതിൻ്റെ ഞാൻ ഫുൾ പ്രൂഫ് 2-3 പാർട്ടായിട്ടാണ് ഇടുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുള്ളത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടാം. ഓക്കെ, കമൻറ്റ് ഇടാം, ലൈക്കും ചെയ്യാം. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 ലൈക്കും ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്കൊരു മാസം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ചിലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം ഒരു 10,000 രൂപ കിട്ടുന്ന രൂപത്തിൽ ഞാൻ ഓൾറെഡി ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വോയിസ് കൊടുക്കേണ്ട ആവശ്യമില്ല. വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഓക്കെ, വീഡിയോയും വേറെ സ്ഥലത്ത് നിന്ന് എടുക്കാൻ പറ്റും. ഫുള്ള് വീഡിയോസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം ആൾക്കാർ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. നിങ്ങൾ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഇത്ര എമൗണ്ട് ഇതിൽ കിട്ടുന്നുണ്ടോ, ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പൈസ വരുന്നുള്ളത്, ആഡ്സിനനുസരിച്ചിട്ടായിരിക്കും പൈസ വരുന്നുള്ളത്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മില്യൺ വ്യൂസ് കിട്ടിയാൽ പോലും ഇൻസ്റ്റാഗ്രാം ഒരു നയാ പൈസ തരത്തില്ല. 1 ഉറുപ്പിക പോലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടത്തില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് പൈസ കിട്ടുക എന്ന്. ഒരു 100 ഫോളോവേഴ്സ് ഉണ്ടായാൽ മതി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വളരെ സിമ്പിളായിട്ട് ചെറിയൊരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഫുൾ പ്രൂഫ് അടക്കം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ല, വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വീഡിയോ ഡൗൺലോഡ് ചെയ്യാം, അപ്ലോഡ് ചെയ്യുക. പിന്നെ ഞാൻ പറയുന്ന കുറച്ച് ടൂൾസുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. ടാഗുകൾ, ഹാഷ്ടാഗുകൾ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് അതുപോലെ യൂസ് ചെയ്യുക. അതുപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് സമയം നിങ്ങൾ ഒരു ദിവസം മെനക്കെടേണ്ടി വരും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഏത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ അവർ ലാസ്റ്റിലൊരു എൻഡിൽ ഒരു വാക്ക് പറയുന്നുണ്ടാവും. ഒന്നെങ്കിൽ പറയാം DM ഇട്ടിട്ടുണ്ടെന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ DMൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പറയും, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടാൻ പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറയും. ഇതൊക്കെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ ലിങ്ക് ഇടാൻ വേണ്ടിയിട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലിങ്ക് പോലും നിങ്ങൾക്ക് അതിൽ കിട്ടത്തില്ല, നിങ്ങൾക്ക് ഒരു ആവശ്യവും നടക്കത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടും, അവർക്ക് DMൽ മെസ്സേജ് അയക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യും നമ്മൾ. ഇത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ഉപകാരവും കിട്ടത്തില്ല. കാരണം കിട്ടുന്നത് അവർക്കാണ്. ഓക്കെ, എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടും അവരുടെ വ്യൂസിന് വേണ്ടിയിട്ടും അവരുടെ കൂടുതൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ അതല്ലാതെ അത് കൂടാതെ നിങ്ങൾക്ക് കുറേ ആൾക്കാർ എന്തെങ്കിലും ചിലപ്പോൾ ആപ്ലിക്കേഷന് അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ലിങ്ക്ന്ന് കമൻ്റ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ലിങ്ക്ന്ന് കമൻ്റ് ഇടല്ല, ലിങ്ക്ന്ന് DMൽ മെസ്സേജ് ഇട്ടാൽ മതി, അതിൽ ഓൾറെഡി ലിങ്ക് വരും എന്ന് പറയുന്നുണ്ട്. അത് ഒരാൾ ഇരുന്നിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരികയല്ല, നിങ്ങൾ മെസ്സേജ് ഇടുന്ന സ്പോട്ടിൽ തന്നെ ഒരു ലിങ്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരും. അതൊക്കെ ഓട്ടോമാറ്റിക് സെറ്റഡ് ആണ്. അത് ഒരു കാരണവശാലും അവർ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതല്ല, അത് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള DMകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ DMൽ മെസ്സേജ് ഇടുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ലിങ്ക് വരും. ആ ലിങ്കിൽ നമ്മൾ കയറിയിട്ട് എന്തെങ്കിലും പർച്ചേസ് ആക്കേണ്ട സാധനങ്ങളാണ് എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഡ്രസ്സിൻ്റെ ആണെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ മൊബൈലിൻ്റെ ആണെങ്കിലും, മൊബൈൽ കവറാണെങ്കിലും, മൊബൈൽ ഹെയർ ഫോൺ ആണെങ്കിലും, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. ഗാഡ്ജറ്റ്സ്, അല്ലാന്നുണ്ടെങ്കിൽ
ഡ്രസ്സുകൾ, ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് 1 ലക്ഷക്കണക്കിന് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പല പല ബ്യൂട്ടി ടിപ്സ് ഉണ്ട്, ബ്യൂട്ടി പറയുന്ന ആൾക്കാരുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്, ഫേസ് വാഷ്, അങ്ങനത്തെ പല 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 കാര്യങ്ങളും ഉണ്ട്. അതിപ്പോൾ ഒന്നും പറഞ്ഞാൽ തീരൂല, അത്രത്തോളം ഐറ്റംസുകൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അവരുടെ DM മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം അവർ ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം അവരെങ്ങനെയാണ് ചെയ്യുന്നത് ഇത് പഠിക്കണം. ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ പ്രാവർത്തികമാക്കണം. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് ഓട്ടോമേഷനായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല ടൂൾസുകളും ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ടും ലിങ്ക് തരാൻ വേണ്ടിയിട്ടും പല പല ടൂൾസുകളുണ്ട്. പെയ്ഡ് ടൂൾസ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യാട്ടോ. അതൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അതിന് ശേഷം നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു സാധനം, ഇനി അവർ അയച്ച സാധനം എന്നല്ല, അവർ യൂസ് ചെയ്ത സാധനം എന്നല്ല, വേറെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് വേറെ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ അവർക്ക് പോകും. ഓക്കെ, അത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒന്നല്ല അതിൻ്റെ കമ്മീഷൻ വരുന്നുള്ളത്. ഇപ്പം ഈ പുള്ളിക്കാരനൊരു വീഡിയോ ഇട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് ആ ലിങ്കിൽ കയറുന്നത് ഒരാളല്ല. ആ വീഡിയോ 1 ലക്ഷം പേര് കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ചോ. 1 ലക്ഷം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 10,000 പേര് ഓൾറെഡി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവർ ആ വെബ്സൈറ്റിൽ കയറിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറിയതിന് ശേഷം അവർ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, എന്തും വേണ്ട, ഒരു 10 രൂപൻ്റെ ഒരു പ്രൊഡക്റ്റ് അവർ പർച്ചേസ് ചെയ്താൽ അതിൻ്റെ കമ്മീഷന് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നുള്ളത്. അതിൻ്റെ പേരാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഓൾറെഡി അഫിലിയേറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കോപ്പി എടുത്തിട്ടാണ് ഓൾറെഡി ഇപ്പോൾ യൂട്യൂബിൽ കൊടുത്തിരിക്കുന്നത്. യൂട്യൂബിലും ഇപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഓൾറെഡി ഓപ്പൺ ആണ്, എല്ലാവർക്കും ചെയ്യുന്ന കാര്യമാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്, അതിൽ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം സ്ക്രീനിൽ കാണിച്ചത് വീഡിയോസ് അവരുടെ സ്വന്തം വീഡിയോസ് അല്ല, ഇതൊക്കെ ഓൾറെഡി ഇതേ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വീഡിയോസുകളാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഓൾറെഡി വീഡിയോസ് ഉണ്ട്, ആമസോണിൽ വീഡിയോസ് ഉണ്ട്. പിന്നെ ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക്, വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് പല പല വീഡിയോസും കിട്ടും. അപ്പോൾ അവരെ പ്രൊഡക്റ്റ് അവരെന്നെ ചെയ്ത വീഡിയോസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റും കൂടി ലിങ്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വീഡിയോ ഇടാം, ലിങ്ക് ഓൾറെഡി ഓട്ടോമേഷനായിട്ട് നമുക്ക് DM കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് അവർ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് കമൻറ്റിൽ ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പോയിക്കോളും. നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഫ്ലിപ്കാർട്ടിലും ഓൾറെഡി വീഡിയോസ് ഉണ്ട്, ആമസോണിലുണ്ട്. പിന്നെ നിങ്ങൾ ഏത് വെബ്സൈറ്റാണോ യൂസ് ചെയ്യുന്നത്, ഏത് പ്രൊഡക്റ്റാണോ യൂസ് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് അവരെന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളതിൽ കുറച്ച് എഡിറ്റിങ് വ്യത്യാസം വരുത്തണം. പിന്നെ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വലിയ കോപ്പിറൈറ്റ് സ്ട്രൈക്കുകൾ കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അഥവാ കിട്ടിയാൽ തന്നെ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ വേറൊരാൾക്കാരുടെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസിന് മാത്രമേ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ലാതെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അവരെ വീഡിയോസ് തന്നെ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ക്യാഷ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ ഓൾറെഡി ഈ നെക്സ്റ്റ് വീഡിയോയിൽ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചിട്ട് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടോ, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ചിട്ട് കൂടുതൽ അറിവുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. അതിനനുസരിച്ചിട്ടുള്ള ഞാൻ വീഡിയോസ് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പ്രൂഫ് അടക്കം സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടാം. കമൻറ്റ് ഇട്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വീഡിയോസ് അടുത്തായിട്ട് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട്
പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പറയുകയാണെങ്കിൽ പല പല ഉടായ്പകളും കാണിക്കുന്നുണ്ട്. പല പല ക്രിയേറ്റേഴ്സും ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. മെമ്പർഷിപ്പ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. മെമ്പർഷിപ്പ് എടുത്തിട്ട് ക്യാഷ് മാസം ഏകദേശം 1.5 ലക്ഷം വരെ സമ്പാദിക്കുന്ന വേറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഓൾറെഡി സ്ക്രീനിലിടെ കൊടുക്കുക. പക്ഷെ ഫുള്ള് വീഡിയോസ് കാണിക്കാനോ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെവരുണ്ട്. സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. സബ്സ്ക്രിപ്ഷനിൽ കൂടിയിട്ട് ക്യാഷ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ എത്ര ആൾക്കാരാണ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത്, എത്ര രൂപക്കാണ് എടുത്തിരിക്കുന്നത്, ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മാസ വരുമാനമാണ് അവർക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പേയ്മെൻറ്റ് കിട്ടുമോ ഇല്ലേ, ഇത് നെക്സ്റ്റ് മാസം വരുമോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഇത്ര പേര് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മാസം അവർക്ക് ഈ പേയ്മെൻറ്റ് 1.5 ലക്ഷം രൂപ എത്രയാണോ കിട്ടുന്നത്, 80,000 രൂപ, 1 ലക്ഷം രൂപ, ഇത് കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും അത് ഫുൾ എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് തൂങ്ങിച്ചാവുന്നതാണ്. പക്ഷേ എന്നാലും ഞാൻ പറയാണ്, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടായിരിക്കും ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഇടുന്നുള്ളത്. പിന്നെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് എങ്ങനെയാണ് ലൈവ് ഇടുന്നത്, എങ്ങനെയാണ് വീഡിയോ ക്യാഷ് ഉണ്ടാക്കുന്നതെന്ന് അത് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോഴത്തേക്കിന് മനസ്സിലാകും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുള്ളത് തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നല്ലൊരു ലൈക്ക് ഇടുക, നല്ല അടിപൊളിയായിട്ട് ഒരു കമൻറ്റ് ഇടുക. കമൻറ്റ് ഇട്ടിട്ട് നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചിട്ട് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. യൂട്യൂബിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. യൂട്യൂബിൽ കണ്ടൻറ്റ് എങ്ങനെ ഇടേണ്ടത് എന്ന് പറയുന്നുണ്ട്. എന്ത് കണ്ടൻറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി വഴിയെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും.